ബുൾസൈയും ഓംലേറ്റും ഉണ്ടാക്കാൻ ലാഘവത്തോടെ നമ്മൾ പൊട്ടിക്കുന്ന മുട്ട വാസ്തവത്തിൽ അത്ര ലഘുവായ ഒന്നല്ല. അതിൽ ജീവന്റെ നിഗൂഢതകളിൽ ചിലതെങ്കിലും അടങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുമായി വളരെയേറെ ഇണങ്ങി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ മുട്ടയെ നവജീവന്റെ പ്രതീകമായാണു കണ്ടിരുന്നത്. മുട്ട എന്നത് ലളിതമായി പറഞ്ഞാൽ ജീവനുള്ള ഒരു കോശമാണ്. ബീജസങ്കലനം നടന്ന മുട്ടയും നടക്കാത്ത മുട്ടയും ഉണ്ട്. 21 ദിവസമാണ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരാൻ എടുക്കുന്ന സമയം. ഈ 21 ദിവസവും കോഴിക്കുഞ്ഞിൻ്റെ ഭക്ഷണം മഞ്ഞക്കരുവും വെള്ളക്കരുവുമായിരിക്കും. അങ്ങനെ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു. പക്ഷേ നമ്മുടെ ചോദ്യം നിലനിൽക്കുന്നു: കോഴിയോ മുട്ടയോ ആദ്യമുണ്ടായത്? ഇതിനുത്തരം രണ്ടുമല്ല. അതെങ്ങനെ? ഭൂമുഖത്ത് ഇന്നു കാണുന്ന സർവ്വ ജീവജാലങ്ങളും പ്രകൃതി നിന്ന് ഉത്ഭവിച്ചതാണ്. അതിനാൽ ഏതോ ജീവിവർഗത്തിൻ്റെ വളരെ വിദൂരമായ